അഭിവന്ദ്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളുടെ മുഴുവൻ രംഗങ്ങളിലും വലുതും ചെറുതുമായ ഇടപാടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകണം. ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അതനുസരിച്ചാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. എവിടെയെങ്കിലും സൂക്ഷ്മത കുറവുണ്ട്, ഏതെങ്കിലും വശത്ത്, ഏതെങ്കിലും രംഗത്ത് സൂക്ഷ്മത കുറവുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ട നിമിഷം മുതൽ തിരുത്താനുള്ള പ്രയത്നത്തിലേർപ്പെടണം. ആ വീഴ്ചകളോട് രാജിയാവാൻ ഒരിക്കലും സന്നദ്ധമാകരുത്. അത്തരം വീഴ്ചകളോട്, ജീവിതത്തിൻ്റെ ഏതെങ്കിലും വശങ്ങളിൽ കാണുന്ന വീഴ്ചകളോട് നമ്മൾ രാജിയാകുമ്പോൾ അത് തന്നെ മതിയാകും മറ്റു മേഖലകളിലെ പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ എന്നോർക്കണം. തഖ്വയാണ് പ്രധാനം. അല്ലാഹു യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തന രംഗത്ത് വളരെ വലിയ ഒരു മാറ്റം വന്ന, മാറ്റത്തിനിടയാക്കിയ ഒരു സംഭവമാണ്, ഒരു നീക്കമാണ് ഹിജറ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഹിജറയെ സംബന്ധിച്ച് പറയാനല്ല ഞാൻ ഇങ്ങനെ തുടങ്ങിയത്. ആ സന്ദർഭത്തിൽ ഹിജറയുടെ ഒരു എന്ന് പറഞ്ഞാൽ സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചന കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഉദ്ധരിച്ച സൂറത്തുൽ ഇസ്രായിലെ ഇൻകാദു ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക് എന്ന് തുടങ്ങുന്ന ഭാഗം നൽകുന്നുണ്ട്. നമ്മളെല്ലാവരും ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേടിപ്പിച്ച് എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ച്, മർദ്ദിച്ച്, അപവാദം അഴിച്ചുവിട്ട് അനുയായികളെ ഓരോരുത്തരെ ഒറ്റക്കൊറ്റക്ക് എന്ത് ഭീഷണിയാണോ അവിടെ ചിലവാവുക അങ്ങനെ ഭീഷണിപ്പെടുത്തി. മയ്യത്ത് മറവ് ചെയ്യാൻ അനുവദിക്കില്ല എന്നൊക്കെ നമ്മളെ ഇവിടെ പറയില്ലേ, അതേമാതിരി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അടുത്ത് എന്താണോ ചിലവാകുക അത് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പിന്തിരിപ്പിക്കാൻ ഈ ഖുറൈശികൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത്രയും ശക്തമായ ഈമാനിൻ്റെ ബലത്തിലാണ് ഈ വിശ്വാസി സമൂഹം പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ അതൊന്നും ഏശിയില്ല. അപ്പോൾ പിന്നെ അവർ അടവ് മാറ്റി, ഭീഷണി വേണ്ട, സോപ്പിട്ട് ശരിയാക്കാം, എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഇന്ന ആളുടെ സാന്നിധ്യമാണ് ഈ കേരളക്കരയിൽ സമാധാനത്തിന് ഉള്ള ഏക ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് വശത്താക്കാം എന്ന ഒരു ലൈനിലേക്ക് ശത്രുക്കൾ മാറി. ആ പ്രലോഭനത്തിൽ പെട്ടാൽ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഭാഗത്തിൽ അള്ളാഹ് പറയുന്നത്. വളരെ ഗൗരവപ്പെട്ടതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. എന്ത്? വലൗല അൻ സബ്ബത്നാക്, താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല,
താങ്കൾ പോലും അവരിലേക്ക് ഒരല്പം ചാഴ്ഞ്ഞേനെ. അപ്പോൾ സോപ്പിടലിൻ്റെ ഊക്കാണത്, നോക്കണം നിങ്ങൾ. ഇത് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് സന്മാർഗത്തിൽ നിന്ന് ഒരു മുടിനാരിഴ അകന്നാൽ ആ റസൂലിനെ പിൻപറ്റുന്നവർ സന്മാർഗത്തിൽ നിന്ന് മൈലുകളോളം അകലും. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വിവേചകമായി ആ ജനങ്ങളുടെ മുമ്പിൽ അള്ളാഹു നിശ്ചയിച്ച് അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കി നടത്തി പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രലോഭനങ്ങൾ പിടികൂടാം. കൂടിയെന്നല്ല, കൂടാം. എൻ്റെ ഭാഗത്തു നിന്നുള്ള സവിശേഷമായ ഒരു കാവലില്ലായിരുന്നുവെങ്കിൽ താങ്കളുടെ പാദം പോലും ഇടറിപ്പോയേനെ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഹിജ്റയുടെ പശ്ചാത്തലം രൂപപ്പെട്ടു വരുന്നു എന്നതാണ്. തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് എന്താ? ഇൻകാദു ലയസ്തഫിസൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ. ഈ രണ്ടായത്തുകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഉദ്ധരിച്ചതാണ്. അതാണത് മൊത്തം പറഞ്ഞ് അതിൽ വിശദീകരിക്കാൻ നിൽക്കാത്തത്. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഇത് വെച്ചുകൊണ്ട് വേറെ ഒരു കാര്യത്തെ സംബന്ധിച്ച് കുറഞ്ഞ കാര്യങ്ങൾ പറയാനാണ്. അതായത് പ്രലോഭനത്തിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ വധിച്ചു കളയാം എന്നവർ തീരുമാനിച്ചു. എല്ലാ ഗോത്രങ്ങളും കൂടി കമ്മിറ്റി ഉണ്ടാക്കി, ചെറുപ്പക്കാരെയൊക്കെ കൂടിയിട്ട് വളണ്ടിയർ കോർ രൂപീകരിച്ചു. എന്നിട്ട് വധത്തിൻ്റെ ഉത്തരവാദിത്തം ആരുടെയെങ്കിലും പെരടിയിൽ വെച്ച് കെട്ടണ്ട, നമുക്ക് ഈ ബഹുരാഷ്ട്ര ഈ ബഹുഗോത്ര സൈന്യത്തിന് എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കാം. അപ്പോൾ പിന്നെ അപവാദവും പ്രചാരവും പിന്നെ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് വീട് വളയുന്നത്. കഥ നിങ്ങൾക്കറിയാം, എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ആ സ്റ്റെപ്പിൽ നിന്ന് അവർ വേറൊരു ലൈനിലേക്ക് മാറിയെന്നാണ് തുടർന്നുള്ള പറയുന്നത്. അവർ ഇപ്പോൾ താങ്കളെ ഈ നാട്ടിൽ നിന്ന് വേരോടെ പിഴുതു കളയാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഇതല്ല യൽബസൂന ഖിലാഫക ഇല്ല ഖലീല, താങ്കളെയും താങ്കളുടെ കൂടെയുള്ളവരെയും ഇവിടെ നിന്ന് തുരത്തിയിട്ട് ഇവരിവിടെ അങ്ങനെ അനശ്വരമായി വാഴും എന്നൊന്നും വിചാരിക്കണ്ട. താങ്കൾക്ക് അവിടുന്ന് പോകേണ്ടി വന്നാൽ താങ്കളുടെ കാലശേഷം അവർ അധിക നാൾ അവിടെ വിലസില്ല. ഇത് പറയുന്ന ഘട്ടത്തിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. സർവത്ര മർദ്ദനങ്ങളും പ്രയാസങ്ങളുമാണ്. പാത്തും പതുങ്ങിയുമാണ് അവർ ഹിജ്റ നടത്തിയത്. സഹാബിമാർ സിദ്ദീഖുൽ അക്ബറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് അവിടെ ബാക്കി. റസൂലിൻ്റെ സ്ഥാനത്ത് കിടക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഏർപ്പാട് ചെയ്യുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. പ്ലാനിങ്ങിനെ പറ്റി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സാധു മനുഷ്യന് നടക്കുന്ന പരിപാടിയൊന്നുമല്ല ഇത്. നല്ല കണ്ണും കാതും വേണം. കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ടേ കണ്ണടച്ച് നടക്കുക എന്ന് പറഞ്ഞത് ഒരു വ്യക്തിക്ക് ഭൂഷണമല്ലല്ലോ. ഒരു ഗ്രൗണ്ടിൽ പോലും കണ്ണടച്ച് നടക്കാൻ പറ്റൂല. ഒരു വ്യക്തിക്ക് കണ്ണടച്ച് നടക്കാൻ പറ്റില്ലെങ്കിൽ ഒരു സമൂഹം, ഒരു സമുദായം ഒരിക്കലും കണ്ണടച്ച് നടക്കാൻ പറ്റില്ല. അവർ കണ്ണും കാതും തുറന്നു വെക്കണം. ചുറ്റുപാടുകൾ മനസ്സിലാക്കണം. ആരാണ് ഗുണകാംക്ഷി എന്നവർ തിരിച്ചറിയണം. ആരാണ് പ്രതിയോഗി എന്നവർക്ക് മനസ്സിലാക്കണം. ഓരോരുത്തരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ഒരു പദ്ധതി വേണം. കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ആ ഏർപ്പാടിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആശയപരമായി ഓരോരുത്തരെ എങ്ങനെ സമീപിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇവർക്ക് ഇവരുടേതായ നിലപാട് വേണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അള്ള കാക്കും എന്ന് കരുതിയിട്ട് നബിക്ക് പുറപ്പെട്ടാൽ മതി. പക്ഷെ അങ്ങനല്ല. എല്ലാത്തിനും സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താൻ കിടക്കുന്നിടത്ത് പകരം ഉറങ്ങാൻ. അപ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനെ ഈ ജനലിലൂടെ ഒക്കെ നോക്കുമ്പോൾ, ജനലിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഇങ്ങനത്തെ സെറ്റപ്പൊന്നും നമ്മൾ വിചാരിക്കരുത്. പണ്ടത്തെ കാലത്താണ്. അന്നത്തെ ഒരു കോലത്തിൽ ആളവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പുറത്ത് കാത്തിരുന്നു. അത് അവരുടെ മാന്യത. ഇതൊന്നും ഇപ്പോഴത്തെ ഈ പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല. ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇതാണ് കൊല്ലാൻ ഏറ്റവും നല്ല അവസരം എന്നാണ് പരിഷ്കൃതർ എന്ന് പറയുന്നവർ ഇന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപരിഷ്കൃതർ എന്ന് എല്ലാവരാലും ആക്ഷേപിക്കപ്പെടുന്ന ആ 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകും ഇവരെന്നാണല്ലോ നമ്മളെക്കുറിച്ചൊക്കെ ഉള്ള പേടി.
ഖലീഫമാരുടെ കാലത്തേക്ക് കൊണ്ടുപോകും, 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകും. 6-ാം നൂറ്റാണ്ടാ 7-ാം നൂറ്റാണ്ടാന്നൊക്കെ അത് വേറെ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അപ്പം ഈ പറയുന്നത്, അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന നൂറ്റാണ്ടിലെ പ്രതിയോഗികളുടെ നിലവാരമാണ് ഇപ്പം ഞാനീ പറഞ്ഞത്, പ്രവാചകന്റെ നിലവാരമല്ല. എന്തായാലും മുഹമ്മദിനെ കൊല്ലാം എന്ന് തീരുമാനിച്ചിട്ട് വീട് വളഞ്ഞിട്ട് കാത്തിരിക്കണം. എന്തിന്? ഉണർന്ന് വരട്ടെ, ഉറങ്ങിക്കിടക്കണവനെ കൊല്ലണത് നമുക്ക് ചേർന്നതല്ല, അതൊരു മൂല്യമാണ്. ഉണർന്നു വന്ന് നോക്കുമ്പോഴോ അലിയാണ്. അലി റളിയല്ലാഹു അൻഹു ആ വേല ഒപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിൽ കാലിയായിട്ട് കാണുമ്പോൾ ആള് കടന്നു കളഞ്ഞു എന്ന് കരുതി ഇവർക്ക് നേരത്തെ കാലത്തെ അവരുടെ വഴിയെ തെരച്ചിൽ തുടരാം. ആ ഒരു സാധ്യതയല്ലേ ഈ മനുഷ്യൻ അവിടെ കിടന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത് നഷ്ടപ്പെടുത്തിയത്? ഈ പറയുന്ന നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നേരം വെളുത്തിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ നബീൻ്റെ കട്ടിലിൽ കണ്ടാൽ വിടുവോ? പക്ഷെ അവർ അലി റളിയല്ലാഹു അൻഹുവിനെ ഒന്നും ചെയ്തില്ല. കാരണം അലിയോട് അവർക്ക് ശത്രുതയില്ല. നമുക്ക് കാണുന്നവരുടെ മേക്കെട്ട് കയറാൻ കഴിയില്ല, ആരോടും എന്തും പറയാൻ പറ്റില്ല. ഉപദ്രവിക്കണമെങ്കിലും പ്രതികാരം ചെയ്യണമെങ്കിലും പ്രതികാരം ചെയ്യുന്നതിന് പ്രതികാരത്തിന്റെ ന്യായം വേണം. ഏത്? നബിയുടെ ശത്രുക്കളുടെ നിലവാരത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അന്ന് അപരിഷ്കൃതർ എന്ന് ആക്ഷേപിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ പ്രവാചകന്റെ പ്രതിയോഗികളുടെ നിലവാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നുമല്ല ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പദ്ധതി തയ്യാറാക്കിയിട്ട് യാത്ര പുറപ്പെട്ട് മദീനയിലെത്താൻ പോവുകയാണ്. ബാക്കിയൊക്കെ അതിൻ്റെ ഇടയിൽ കഥ നമുക്ക് വിടാം. നിങ്ങൾ സൂറത്തുൽ ഇസ്രായിൽ ഈ 75 മുതൽ അങ്ങോട്ടുള്ള ആയത്തുകൾ എടുത്ത് വായിച്ചു നോക്കൂ, ഓതി നോക്കൂ. തുടർന്ന് സംഗതിയുടെ മട്ട് പൂർണ്ണമായിട്ടും അങ്ങ് മാറി. അതാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന കാര്യം. മട്ട് മാറി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെയാണ്. താങ്കൾക്കെതിരെ അവർ താങ്കളെ അവർ പ്രലോഭിപ്പിച്ച് വശത്താക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ താങ്കളെ അവർ ആത്മമിത്രമാക്കും. അല്ലാഹു പറയാണ്, താങ്കളെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ താങ്കൾ പോലും അവരുടെ പക്ഷത്തേക്ക് ഒരൽപ്പം ചാഞ്ഞേനെ. അങ്ങനെ സംഭവിച്ചാൽ ഇരട്ടി ശിക്ഷ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അനുഭവിക്കേണ്ടതായിട്ട് വരും. തുടർന്ന് പറയാണ് എന്ത്? താങ്കളെ ഈ നാട്ടിൽ നിന്ന് പിഴുതെറിയാൻ അവർ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ താങ്കൾക്ക് ശേഷം അവർ ഇവിടെ അധികം വിലസില്ല. ഇത്രയും പറഞ്ഞ ശേഷം ഇത് അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പൊക്കെ നൽകുന്ന ഒരു ഘട്ടത്തിൽ പ്രവാചകന്റെ ഒരുക്കം നടക്കുന്നുണ്ട്. ഹിജറ സംഭവിച്ചു, മദീനയിലെത്തി. പിന്നെ മദീനയിൽ എത്തുമ്പോഴേക്കുള്ള പ്രവാചകൻ മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ എത്തുമ്പോഴുള്ള ആ ഒരവസ്ഥയെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് തുടർന്ന ആയത്തുകളിൽ. എന്താ? അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ വസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. നമസ്കാരം നിലനിർത്തണം. നമസ്കാരം നിലനിർത്തുന്നതിൻ്റെ സമയക്രമമൊക്കെ അവിടെ പറഞ്ഞു. അത് വിസ്തരിക്കൽ ഇപ്പോൾ നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല. അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ വസഖിൽ ലൈൽ. പകലും രാത്രിയും നമസ്കാരമുണ്ട് പല സമയങ്ങളിലായിട്ട്. ഓ ഖുർആനൽ ഫജ്ർ, പ്രഭാതത്തിൽ ധാരാളമായിട്ട് ഖുർആൻ ഓതുകയും ചെയ്യണം. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഈ പ്രഭാതത്തിലെ ഖുർആൻ പാരായണം നാളെ നിങ്ങൾക്ക് സാക്ഷിയായി വരും. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്. രാത്രിയിൽ നമസ്കാരം ഐച്ഛികമായിട്ട് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. വളരെ ഉന്നതമായ ഒരു സ്ഥാനത്ത് അധികം താമസിയാതെ താങ്കളെ അള്ളാഹു നാം നിശ്ചയിക്കും. മാത്രമല്ല നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എവിടെ പ്രവേശിപ്പിക്കുകയാണെങ്കിലും സത്യത്തിന് പ്രവേശനമുള്ളിടത്ത് പ്രവേശിപ്പിക്കാൻ. പടച്ചവനെ, എന്നെ എവിടെ പ്രവേശിപ്പിക്കുകയാണെങ്കിലും സത്യത്തിന് പ്രവേശനമുള്ളിടത്ത് എന്നെ പ്രവേശിപ്പിക്കണം. സത്യം ബഹിഷ്കൃതമാക്കപ്പെടുന്നിടത്ത്, സത്യം പുറത്താക്കപ്പെടുന്നിടത്ത്, ആ സത്യം പുറത്തായാലും വേണ്ടില്ല, ഞാൻ പുറന്തള്ളപ്പെട്ടാലും വേണ്ടില്ല, എൻ്റെ നില സുരക്ഷിതമായാൽ മതി എന്ന് ഞാൻ കരുതൂല. പകരം ആ സത്യത്തോടൊപ്പം എന്നെയും പുറന്തള്ളപ്പെടണം. അങ്ങനെ പ്രാർത്ഥിക്ക്.
ഇനി ഇവിടെ നിന്നങ്ങോട്ട് താങ്കളെ ഏൽപ്പിച്ച ഉത്തരവാദിത്ത നിർവഹണം നടക്കണമെങ്കിൽ ഒരധികാരം വേണം. സുൽത്താൻ നസീർ, സഹായകമായി വർത്തിക്കുന്ന ഒരധികാരം. അതിനു വേണ്ടിയിട്ട് റബ്ബിനോട് ഇരക്ക്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ശുദ്ധ ആത്മീയ കാര്യങ്ങളാണ്. നമ്മുടെ ഒരു തകരാറ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഇന്നത്തെ പരിഷ്കൃത ആധുനിക സമൂഹത്തിൻ്റെ ഒരു തകരാറ്, നമ്മൾ നമ്മളെ ധരിപ്പിച്ച് വശാക്കിയത് എന്ത്? ആധുനിക മതേതര ജനാധിപത്യത്തിൻ്റെ ആളുകൾ നമ്മെ ധരിപ്പിച്ച് വശാക്കിയത് മതം എന്ന് പറയുന്നത് വല്ലാ ആത്മീയ ചേരുവയുമുള്ള ഒരു ലോകമാണ്, ഒരു കാര്യമാണ്, ഒരു രംഗമാണ് മതം. അവിടെ ആത്മീയതയും പ്രാർത്ഥനയും ദൈവ സാന്നിധ്യവും തവക്കുൽ, ഭരമേൽപ്പിക്കലും, കണ്ണീരും പ്രാർത്ഥനയും പരലോകവും സ്വർഗവും, അങ്ങനെ അതൊരു നല്ല ലോകമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ലേശം മോശമാണ്. അവിടെ നീ നല്ല മനുഷ്യരങ്ങോട്ട് പോവുകയാണെങ്കിലും അവിടെ ഉള്ളവർ വളരെ മോശമായതുകൊണ്ട് ഇയാള് കൂടുതൽ ജാഗ്രത, ആത്മീയത മുറുകെ പിടിക്കാൻ ജാഗ്രത പുലർത്തണം എന്നില്ല. കുറെ കൈവിട്ടാലും ഒരു കുഴപ്പമില്ല. നല്ലൊരു പോലും അവിടെ പോകുമ്പോൾ രംഗം ആളും ദുഷിച്ചു പോകും. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ആ ദുഷിപ്പ് എന്താണ്? നോർമലൈസ് ചെയ്യപ്പെട്ടു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. അത് രംഗം അങ്ങനെയാണ്. അവിടെ ഇപ്പം എന്താ കുഴപ്പം? 5 നേരം നിസ്കരിച്ചിരുന്ന ഒരു മനുഷ്യൻ പാർട്ടി പോയ ശേഷം സംസ്കാരത്തിൽ നിഷ്ഠയില്ലെങ്കിൽ അതിലിപ്പോൾ എന്താ കുഴപ്പം? തീരെ നിസ്കരിക്കാത്തവരും അതിനേക്കാൾ മോശപ്പെട്ടവരും ചെയ്യുന്ന രംഗത്ത് അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചതാരാണ്? ആധുനിക മതേതര മുതലാളിത്തമാണ്. അള്ളാഹ് നമ്മളെ കൊണ്ട് എങ്ങനെ ചിന്തിപ്പിക്കണത്? നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് നിങ്ങളുടെ അജണ്ട വികസിച്ചിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ ആത്മീയതയും മതവും മനുഷ്യനും മാത്രമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഇനി നിങ്ങൾ ഭരണം, രാഷ്ട്രീയം, യുദ്ധം, സന്ധി, കരാർ, സമാധാനം, നീതിപാലനം, അങ്ങനെ നിങ്ങളുടെ അജണ്ട വികസിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഉള്ള ആത്മീയത പോരാ. അതുകൊണ്ടാണ് ഹിജറയെ സംബന്ധിച്ച് പറയുമ്പോൾ ഹിജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ഒരു വലിയ മാറ്റമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വലിയ മാറ്റമാണ്. ആ മാറ്റത്തിന്റെ മുഖമുദ്ര രാഷ്ട്രീയമാണ്. അതും നമുക്കറിയാം. മക്കയിലെ ഒരു മതവും കുറച്ച് അനുയായികളും എന്ന അവസ്ഥയിൽ നിന്ന് മദീനയിൽ ഒരു രാഷ്ട്രവും ഒരു ഭരണാധികാരിയും എന്ന അവസ്ഥയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവാനെടുക്കുകയാണ്. ഹിജറയുടെ പശ്ചാത്തലം അതാണ്, ആവാനെടുക്കുകയാണ്. അപ്പോൾ അള്ളാഹ് പറയണത് എന്താ? അതുകൊണ്ട് വളരെ ചിട്ടയോടെ നിസ്കരിക്കണം. റബ്ബുമായിട്ടുള്ള ബന്ധം അനുദിനേന ഗാഢമാകണം. ഇതിപ്പോൾ രാഷ്ട്രീയമാണല്ലോ, ഇനിയിപ്പോൾ അത്ര വലിയ ചിട്ടയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചു പോകരുത്. ഏറ്റവും ആത്മീയമായ കരുത്ത് വേണ്ടത് നിങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രവർത്തന രംഗത്താണ്. നല്ല ലക്ഷ്യത്തിനു വേണ്ടി നല്ല സംവിധാനത്തിൽ രാഷ്ട്രീയമോ സാമൂഹികമോ ആയ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം, അവർക്ക് ഒരു സാധാരണ മതചിട്ടയിൽ ജീവിക്കുന്നവരുടെ തഖ്വ പോരാ. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അവിടെ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല എന്നല്ല. അതാണ് അള്ളാഹ് ഈ പശ്ചാത്തലത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ അങ്ങനത്തെ പൊതുരംഗത്ത് ഇസ്ലാമിക ചിട്ട പാലിച്ചുകൊണ്ട് ഒരു സഹോദരിയാണ് ഇടപെടുന്നതെങ്കിൽ മതരംഗത്ത് ഇസ്ലാമിക ചിട്ട പാലിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയുടെ സൂക്ഷ്മത പോരാ വേഷത്തിലും പെരുമാറ്റത്തിലും ഇടപെടലിലും എന്ന പാഠമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ആത്മീയതയുടെ കരുത്തോടെ ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എങ്കിലേ നിങ്ങളുടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയവും ഉണ്ടാവില്ല, മതവും ഉണ്ടാവില്ല എന്നതായിരിക്കും അനന്തരഫലം. അതാണ് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊരു വലിയ പാഠമാണ്. അപ്പൊ സുന്നത്ത് മാത്രം, ഫർള് മാത്രം പോരാ അത്തരം ആളുകൾക്ക് എന്നാണ് അള്ളാഹ് പറയുന്നത് നബിയോട്. ഹിജ്റയുടെ പശ്ചാത്തലത്തിൽ മദീനയിൽ കാത്തിരിക്കുന്ന ബൃഹത്തായ സാമൂഹിക മാറ്റത്തിന്റെ വലിയ പദ്ധതി ഏറ്റെടുക്കാൻ പ്രവാചകനെ സജ്ജമാക്കുന്നതിന്റെ അധ്യാപനമാണിത്. സംശയമുള്ള ഒരു തഫ്സീർ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഏത് ഭാഷയിലും തഫ്സീർ എടുത്ത് പരിശോധിച്ച് നോക്കൂ. സൂറത്തുൽ ഇസ്രാഇന്റെ ഈ ഭാഗങ്ങൾ എപ്പോഴിറങ്ങിയതാണ്? അപ്പോ പ്രവാചകൻ ഏതു മനസ്സോടുകൂടിയാണ് ഇത് കേൾക്കുന്നത്? ഒരു പക്ഷത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് ശട്ടം കൂട്ടുകയാണ്. ഒറ്റയും തെറ്റിയുമായിട്ട് അനുചരന്മാരിൽ കുറെ ആളുകൾ 1ഉം 2ഉം മക്കബ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ മദീനയിൽ എത്തിക്കഴിഞ്ഞു. പ്രവാചകൻ നാടുവിട്ടിട്ടില്ല. പ്രവാചകന്റെ കയ്യിൽ ഒരുപാട് സൂക്ഷിപ്പ് സ്വത്തുകളുണ്ട്. ആ നാട്ടുകാരുടെ സൂക്ഷിപ്പ് സ്വത്തുകളിൽ കുറെ അധികം മുതൽ ആ നാട്ടിലെ ഈ പ്രതിയോഗികളായ ആളുകളുടേത് ഉൾപ്പെടെയാണ്.
വിശ്വസിക്കാൻ ഇയാളെ കൊള്ളൂ എന്നതുകൊണ്ട് രാഷ്ട്രീയമായി യോജിപ്പില്ലെങ്കിലും ഈ സൂക്ഷിപ്പ് സ്വത്ത് മുഹമ്മദിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹിക്ക് കുറേ പണിയുണ്ട്. അങ്ങനെ തട്ടിക്കുടഞ്ഞ് പുറപ്പെട്ട പോരാ. ഈ സ്വത്തുകളൊക്കെ അതാതിൻ്റെ ആളുകളെ തിരിച്ചേൽപ്പിക്കണം. ഈ പ്രതിയോഗികൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് നടക്കുന്ന അവിവേകികളുടെ കണ്ണിൽപ്പെടാതെ പോകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ യാത്രക്കുള്ള പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുഹയിൽ ഒളിക്കണം, സാധാരണ പുറപ്പെടുന്ന ദിശയുടെ എതിർ ദിശയിൽ പോകണം. സാധാരണ പുറപ്പെടുന്ന ദിശയിൽ നിന്ന് മക്കത്തും മദീനത്തും പോയവരായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ അധികവും. മക്ക നിൽക്കുന്നിടത്ത് നിന്നിട്ട് നിങ്ങൾ സൗർ ഗുഹ എവിടെ നിന്നൊന്ന് നോക്കൂ. സൗർ ഗുഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോണ റൂട്ടിലല്ല, അതിൻ്റെ നേരെ എതിർ ദിശയിലാണ്. പിന്നെന്തിനാ അങ്ങോട്ട് പോയത്? അതൊക്കെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് കണ്ണ് തുറന്ന് വെച്ച്, കണ്ണും കാതും തുറന്ന് വെച്ച് ചുറ്റുപാട് മനസ്സിലാക്കിയിട്ട് സമീപനമെടുക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി എതിർ ദിശയിൽ പ്രതിയോഗികൾ വരാൻ സാധ്യത കുറവാണ്. 3 ദിവസം അവിടെ പോയിരിക്കുമ്പോൾ അള്ളാഹ് കാക്കും. മെഹ്റാബിൽ കൊണ്ടുവന്നിട്ട് മറിയം ബീബി അലൈഹിസ്സലാമിന് ഭക്ഷണം കൊടുത്തതിനെ പറ്റിയൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് ഏർപ്പാടുകളൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട് ഹിജ്റയിൽ. എന്നിട്ട് 2-3 ദിവസം ഈ ഗുഹയിൽ ഇരിക്കുകയാണ് ഇവർ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആട്ടിടയന്മാർ അതിലേ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഈ വാർത്ത, അറബികളുടെ നീക്കങ്ങൾ അന്നന്ന് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ ഇവർക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്ത് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ, സൗർ ഗുഹ എവിടെയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, അത്രയും ഉയരങ്ങളിൽ ചെന്ന് ഈ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഒരു വളരെ പഴുതടച്ച നീക്കമാണ്. അത്തരം നീക്കത്തെ സഹായിക്കാനേ അള്ളാഹ്ക്ക് ബാധ്യതയുള്ളൂ എന്ന് കൂടി നമ്മൾ കാണണം. എന്നിട്ട് ഈ നീക്കത്തിലൂടെ മദീനയിലെത്തുമ്പോൾ, അതാണ് മദീനയിലെത്തുമ്പോൾ എന്താ നിങ്ങളുടെ തലയിൽ വരാൻ പോകുന്നത്? ഇതുവരെ നിങ്ങൾ ചെയ്ത പരിപാടിയൊന്നുമല്ല. മദീനയിലെത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ. 13 വർഷം മക്കയിൽ അവിടുന്ന് ചെലവഴിച്ചപ്പോൾ ഏർപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരുപാട് സാമൂഹിക ചുമതലകൾ അവിടുത്തെ ചുമലിൽ വരികയാണ്. രാഷ്ട്രത്തിന്റെ നായകത്വം ഉൾപ്പെടെ റസൂലുള്ളാഹിയുടെ ചുമലിൽ വരികയാണ്. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഫർള് പോരാ. കാരണം നിങ്ങൾ ചെയ്യുന്ന പണി നിങ്ങളുടെ കീഴിലുള്ളവർ ചെയ്യുന്ന പണിയല്ല. നിങ്ങൾ മുന്നിൽ നിർത്തപ്പെട്ടവരാണ്. നിങ്ങളുടെ പിന്നിൽ അണിനിരന്നവരുടെ നിലവാരം പോരാ. അതുകൊണ്ട് അതുകൊണ്ട് രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്നെണീറ്റ് നിങ്ങൾ സ്വന്തം നിലക്ക് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് റബ്ബുമായിട്ട് ഒരടുത്ത ബന്ധം സ്ഥാപിക്കാനായിരിക്കുന്നു എന്നാണ്. എല്ലാവരും എണീറ്റ് പോകുമ്പോൾ ഗത്യന്തരമില്ലാതെ നിങ്ങൾ എണീക്കുകയാണ് സുബൈക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളും റബ്ബും തമ്മിൽ അങ്ങനെ ഒരു ഗാഠബന്ധം വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ കഥ ലേശം അപ്പുറവും ഇപ്പുറവും പറഞ്ഞത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്താണ് ആ പോയിന്റ്? ഇസ്ലാമികമായ സംസ്കാരത്തോടും ഇസ്ലാമികമായ മൂല്യങ്ങളോടും സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവന് മതരംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഇരട്ടി തഖ്വയും ഇരട്ടി സൂക്ഷ്മതയും ഇരട്ടി പടച്ചവനുമായിട്ടുള്ള ബന്ധവും വേണം എന്ന പാഠമാണ്. അതിന് കഴിയാത്തവർ ആ പണിക്ക് പോയാൽ അവരുടെ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടും എന്ന് നമ്മൾ കാണണം. ഇതിനൊരുപാട് ചർച്ചകൾ വേറെയുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് മറ്റ് സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ അതേക്കുറിച്ച് ചിന്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ദീൻ നമ്മളിൽ നിന്ന് താല്പര്യപ്പെടുന്ന വിധത്തിൽ അതിനെ പ്രതിനിധീകരിക്കുവാനുള്ള കരുത്ത് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീ കുറേ അധികം ആളുകളെ ഓരോ ദിവസവും പുലർന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളിലൂടെ ഞങ്ങളോടൊപ്പം സഹകരിച്ചിരുന്ന ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെയൊക്കെ സമപ്രായക്കാരായ ആളുകൾ ഉൾപ്പെടെ നിരവധി പേരെ നീ തിരിച്ചു വിളിച്ചു. ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെയും നീ പലപ്പോഴും അതിൽ ഉൾപ്പെടുത്തി. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ആരുടെയൊക്കെ മാതാപിതാക്കളെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കണേ അല്ലാഹ്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവി നൽകണേ റബ്ബേ.
പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുള്ള നന്മയിൽ സഹകരിക്കുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പലതരത്തിലുള്ള സേവനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയവരും വലിയവരുമായ സാധാരണക്കാരും നേതാക്കളുമായ ധാരാളം ആളുകൾ നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. പടച്ചവനെ അവരെയൊക്കെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയ മക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അവരോടൊക്കെ കരുണ കാണിക്കണേ തമ്പുരാനെ. അവസാനം ഞങ്ങളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.